കൂടി ലൂസിഫർ ഫ്രാഞ്ചൈസിയുടെ രണ്ടാം ഭാഗമായ എമ്പുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു. ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. ഒപ്പം അതിന്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. കഴിഞ്ഞ 4 പതിറ്റാണ്ട് നിങ്ങളിൽ ഒരാളായാണ് ഞാൻ എന്റെ സിനിമാ ജീവിതം ജീവിച്ചത്. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എന്റെ ശക്തി. അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുകൂടി മോഹൻലാൽ എഴുതി ചേർക്കുകയാണ്. എന്തായാലും വലിയ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ മോഹൻലാൽ ഏത് നിമിഷവും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയേക്കാമെന്ന് ഇന്നലെ മേജർ രവിയുടെ ആ പ്രതികരണം വന്നതിന് പിന്നാലെ തന്നെ ഉറപ്പായിരുന്നു. അതിപ്പോൾ നടത്തിയിരിക്കുകയാണ്. ആ 100 കോടി ക്ലബിലേക്ക് എത്തിയത് എന്ന പോസ്റ്റിന് പിന്നാലെ മറ്റൊരു പ്രതികരണം ഇതുവരെ സിനിമാ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. തീർച്ചയായും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മോഹൻലാൽ ആ ഖേദപ്രകടനം നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാചകങ്ങൾ ഇങ്ങനെയാണ്: ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു. ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്റെ കടമയാണ് എന്നാണ് മോഹൻലാൽ രണ്ടാം വാചകമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് എന്നാണ് മോഹൻലാൽ വ്യക്തമാക്കുന്നത്. ഒപ്പം അതിന്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് എടുത്തു പറയേണ്ടത് രാഗിന്, അതായത് ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്റെ കടമയാണ്. അപ്പോൾ സ്വാഭാവികമായും വിവാദ കൊടുങ്കാറ്റ് നിൽക്കുമ്പോൾ ഒരു നടനെന്ന നിലയിൽ പതിറ്റാണ്ടുകളായി മലയാളിയുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു കലാകാരൻ എന്ന നിലയിൽ മോഹൻലാലിന്റെ ഈ വാചകം ഏറ്റെടുക്കേണ്ടത് തന്നെയാണ്. ആ നിലയിലുള്ള വളരെ ഉത്തരവാദിത്തത്തോടുകൂടി മോഹൻലാൽ പങ്കുവയ്ക്കുന്ന പോസ്റ്റാണിത്. വലിയ വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അടക്കം ചില കടുത്ത വിമർശനങ്ങളടക്കം മോഹൻലാലിനെതിരെ അടക്കം ഉയർന്നിരുന്നു. മാത്രമല്ല അത്തരം ചില വിമർശനങ്ങളിൽ മോഹൻലാലിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും അതേസമയം പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്ന ചില പോസ്റ്റുകളും വന്നിരുന്നു. RSS നേതാക്കൾ തന്നെ അത്തരം ചില പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു. പക്ഷേ ആ പോസ്റ്റിന് കീഴെയും വലിയ വിമർശനം മോഹൻലാലിനെതിരെ വരെ അടക്കം ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് മോഹൻലാൽ നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഖേദപ്രകടനം നടത്തുന്നത്. മാത്രമല്ല മേജർ രവി കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായിരുന്നു മോഹൻലാൽ ഇതുമായി ബന്ധപ്പെട്ട് അപ്പോളജി ചെയ്യും എന്നതടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിരുന്നു.